സിറോ മലബാർ സഭയിൽ അസാധാരണ സംഭവ വികാസങ്ങൾ. മാർപ്പാപ്പയുടെ തീരുമാനം തിരുത്തിയ മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി ജനറലിനെയും വിളിച്ചു വരുത്തി വിശദീകരണം തേടി സഭാ ട്രൈബ്യൂണൽ. ഇതോടെ കുർബാന തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. കുർബാന തർക്ക പരിഹാര സർക്കുലറിന് നിലനിൽപ്പുണ്ടാകില്ലെന്ന് സൂചന ലഭിക്കുകയാണ്. വൈദികർക്കെതിരായ നടപടിയുമായി മുന്നോട്ട് പോകാൻ സ്പെഷ്യൽ ട്രൈബ്യൂണൽ തീരുമാനിച്ചതോടെ സമവായം പാളുമെന്ന് ഉറപ്പായി. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കുർബാന തർക്ക പരിഹാര സർക്കുലർ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇതിനെതിരെ നടപടിയുമായി സിറോ മലബാർ സഭ സ്പെഷ്യൽ ട്രൈബ്യൂണൽ രംഗത്തെത്തി. വൈദികർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന സർക്കുലറിൽ ഒപ്പിട്ട് മഷിയുണങ്ങും മുൻപ് ഇതേ വിഷയത്തിൽ ട്രൈബ്യൂണലിൽ നിന്ന് നിയമ നടപടി നേരിട്ട കത്തീഡ്രൽ ബസലിക്ക വികാരി ഫാദർ വർഗീസ് മണവാളനെ സംരക്ഷിച്ചതിന് മാർ ജോസഫ് പാംബ്ലാനിക്കും മേജർ ആർച്ച് ബിഷപ്പിനും ട്രൈബ്യൂണൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഫാദർ വർഗീസ് മണവാളൻ നടത്തിയ വിവാഹമടക്കമുള്ള കൂദാശകൾക്ക് അംഗീകാരമില്ലെന്ന് ട്രൈബ്യൂണൽ ഉത്തരവിൽ പറയുന്നു. ഇവ അസാധുവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു. മാർ ജോസഫ് പാംബ്ലാനിയെയും മാർ റാഫേൽ തട്ടലിനെയും വിളിച്ചു വരുത്താനാണ് ട്രൈബ്യൂണലിന്റെ നീക്കം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉയർത്തുന്നത്. നിലവിലെ കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിയായ വർഗീസ് മണവാളനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും ധാരണയുണ്ടാക്കിയതും ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ട്രൈബ്യൂണൽ പറയുന്നത്. ശിക്ഷണ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫാദർ വർഗീസ് മണവാളനെ പള്ളിമേടയിൽ തുടരാൻ അനുവദിച്ചതിനും പ്രസ്ബിറ്ററൽ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിനും കാരണം കാണിക്കണമെന്നും ട്രൈബ്യൂണൽ മാർ പാംബ്ലാനിയോട് ആവശ്യപ്പെട്ടു. പള്ളിയുടെ സ്വത്തുവകകൾ മണവാളൻ ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും ട്രൈബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. ജൂലൈ 16 മുമ്പായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹാജരാക്കണമെന്നും നേരിട്ട് കോടതിയിലെത്തി വിശദീകരണം ബോധ്യപ്പെടുത്തണമെന്നും ട്രൈബ്യൂണൽ മാർ പാംബ്ലാനിക്ക് നിർദ്ദേശം നൽകി. മണവാളൻ അസാധുവായി പരികർമ്മം ചെയ്ത കുമ്പസാരങ്ങളും വിവാഹം, മാമോദീസ അടക്കമുള്ള മറ്റു കൂദാശകളും സംബന്ധിച്ച വിവരങ്ങൾ സഭയുടെ ഉന്നതാധികാര സമിതിയായ DDF-ന് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്നും ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. വൈദിക യോഗം നടത്താൻ മാർ പാംബ്ലാനി പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട 3 സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമാനമായ രീതിയിൽ മണവാളനെ പുറത്താക്കാത്തത് എന്താണെന്നും ട്രൈബ്യൂണൽ ചോദിക്കുന്നു. മെത്രാപ്പൊലിത്തൻ വികാരിക്ക് നിയമം നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ ആ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പ് ഏറ്റെടുക്കണമെന്നും സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉത്തരവിലുണ്ട്. ഇതോടെ പരിഹാരമായെന്ന് കരുതിയ കുർബാന തർക്കം കീറാമുട്ടിയായി തുടരുമെന്ന് ഉറപ്പായി. ന്യൂസ് മലയാളം, കൊച്ചി.